ഒരു ചോദ്യം. എനിക്ക് 1.5 വയസ്സുള്ള ഒരു മോളുണ്ട്. മുലപ്പാൽ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ നോമ്പ് എടുത്തു നോക്കി. 4 മണിയായപ്പോഴേക്കും ക്ഷീണമായി. പ്രഷർ കുറഞ്ഞതുപോലെയായി. അതിനാൽ നോമ്പ് മുറിച്ചു. അതുകൊണ്ട് ഇന്ന് എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. 7 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട്. അതിലൊരു കൊല്ലം മാത്രമേ നോമ്പ് എടുത്തിട്ടുള്ളൂ. ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ അങ്ങനെയായി നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രത്യേകം മുദ്ദ് കൊടുത്താൽ മതിയോ? എന്താണ് ചെയ്യേണ്ടതെന്നാണ് ശ്രോതാവിൻ്റെ സംശയം. ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇപ്പോ ഗർഭമാണെങ്കിലും മുലയൂട്ടുന്ന സ്ത്രീ ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് രോഗിയുടെ കൂട്ടത്തിൽ അവർക്ക് നോമ്പെടുക്കുന്നതിന് വിരോധമല്ല എന്നാണ്. എന്നാൽ അവരുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വിശ്വസ്തരായ, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ പറയണ നിങ്ങൾ നോമ്പെടുത്താൽ പ്രയാസമാണെന്ന് പറഞ്ഞാൽ അവർക്ക് നോമ്പ് ഒഴിവാക്കി പിന്നീട് ഏതെങ്കിലും ദിവസങ്ങളിൽ എത്ര നോമ്പാണ് നഷ്ടപ്പെട്ട അത്രയും അവർ നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അത് തുടർച്ചയായി നോൽക്കണം എന്നില്ല. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ പകൽ കുറഞ്ഞ സമയങ്ങളിലൊക്കെ ആയി നമ്മൾ മാസത്തിൽ 3 4 ഒക്കെ ആയിട്ട് നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ പ്രായശ്ചിത്തം കൊടുത്താൽ, മുദ്ദ് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ കഴിയില്ല എന്നുള്ളതാണ്. മുദ്ദ് കൊടുക്കേണ്ടത് ഒരു കാലത്തും നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകളാണ് മുദ്ദ് കൊടുക്കേണ്ടത്. നോറ്റ് വീട്ടാൻ കഴിവുള്ളവര് നോൽക്കൽ നിർബന്ധമാണ് എന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി നഷ്ടപ്പെട്ട നോമ്പുകൾ എത്രയാണ് എന്ന് അറിയില്ല. കൃത്യമായിട്ട് എണ്ണം അറിയാത്ത നഷ്ടപ്പെട്ട നോമ്പുകളാണെങ്കിൽ അതിന് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്യുകയും അതോടൊപ്പം കഴിവിന്റെ പരമാവധി കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. അള്ളാഹു തആല ആലം.